നിഷോയ് ഇപ്പോൾ എവിടെയാണോ ഉള്ളത്? അവിടെ പുലിവരെയൊക്കെ തുടങ്ങിയോ? എങ്ങനെയാണ് അവിടുത്തെ അവസ്ഥ? ആവേശമൊക്കെ നല്ല രീതിയിലുണ്ടോ? ഞാൻ വിയ്യൂർ യുവജന സംഘത്തിനൊപ്പമാണ് ഉള്ളത്. ഇവിടെ സംഘാടകരും ഉൾപ്പെടെയുള്ളവർ എത്തിക്കൊണ്ടിരിക്കുന്നതുള്ളൂ. ഒരു 6:30 കൂടിയാണ് ഈ പുലിമട ഉണരുക എന്നുള്ളതാണ് നമ്മളിവിടെ സംസാരിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്. ഓരോ പുലികളായി ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വേഷം ഇടുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഒരു ഭാഗത്ത് അവിടെ വേഷം വരയ്ക്കുന്നതിനും എല്ലാം തന്നെ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ അവിടെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ആളുകളെല്ലാം എത്തിക്കഴിഞ്ഞാൽ അത് കൃത്യമായി ഇതിൻ്റെ ചായക്കൂട്ടുകൾ ദേഹത്ത് തേക്കുന്നതിൻ്റെ ആദ്യഘട്ടം മുതൽ അങ്ങ് ആരംഭിക്കുകയായി. നമ്മളോടൊപ്പം ഇപ്പോൾ ഉള്ളത് ഒരു പുലിയാണ്. ഇന്നിവിടെ നിറച്ച് പുലികളാണല്ലോ. അപ്പോൾ ഒരു പുലിയാണ്. കാൽ നൂറ്റാണ്ടോളമായി അദ്ദേഹം ഈ പുലിക്കളിക്ക് വേഷമിടുന്നു. അതായത് 25 വർഷം എന്നൊക്കെ പറയുമ്പോൾ 28 വർഷമായില്ലേ? 28ാമത്തെ വർഷമാണ്. അതിനിടയ്ക്ക് കൊറോണ വന്ന് 2 കൊല്ലം മുടങ്ങിയതല്ലാണ്ട് വേറെ മുടക്കൊന്നും വന്നിട്ടില്ല. 28ാമത്തെ വർഷത്തിനിടയ്ക്ക് ഇപ്പോൾ 500ഓളം വേഷങ്ങൾ കഴിഞ്ഞു. കാരണം അത്തം തൊട്ട് ഇന്നലെ മാത്രമാണ് ലീവ് എടുത്തത്. ബാക്കി എല്ലാ ദിവസവും വേഷം ഇടുമായിരുന്നു. അത്തജാമ്യത്തിന് തൃപ്പൂണിത്തുറ ഉണ്ടായിരുന്നു. ഇതേ ടീം തന്നെയായിരുന്നു, യുവജന സംഘം തന്നെയായിരുന്നു. അന്ന് മുതൽ ഇന്ന് വരെ ഓരോ സ്ഥലങ്ങളിലേക്ക് തിരുവനന്തപുരം, എറണാകുളം അങ്ങനെയൊക്കെ കളിക്ക് പോവുകയായിരുന്നു. ഇന്നലെ ലീവ് എടുത്തതെന്ന് വെച്ചാൽ ഈ കളിയെ പരമാവധി നമുക്ക് ഭംഗിയാക്കണം. ഇന്നലത്തെ ക്ഷീണം കൂടി നമുക്ക് ഈ കളിയിൽ ബാധിക്കാൻ പാടില്ല. മറ്റുള്ളടത്ത് പോലെയല്ലോ, അവിടെ ഇത്തിരി വീര്യം കൂടുതലാണ്, പവർ കൂടുതലാണ്. കാരണം ഇത് നമ്മുടെ അഭിമാനം എന്ന് മാത്രമല്ല, തൃശ്ശൂരിൻ്റെ തനത് കലയാണ്. തൃശ്ശൂരിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള ഒരു കല എന്ന് പറയാൻ പുലികളി മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നമ്മുടെ അഹങ്കാരം കൂടിയാണ്. അപ്പോൾ അതിനെ പരമാവധി ഭംഗിയാക്കേണ്ടത് നമ്മുടെയൊക്കെ ചുമതലയാണ്. ഈ 28 വർഷം എന്നൊക്കെ പറയുമ്പോൾ ചെറിയൊരു കാലയളവല്ല. അപ്പോൾ ഈ ഒരു വർഷങ്ങളിൽ നമ്മുടെ പുലികളിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ശരി, മാറ്റങ്ങൾ എന്ന് വെച്ചാൽ ആദ്യം മുഖത്ത് പെയിൻറ് ചെയ്യലായിരുന്നു. ഇപ്പോൾ അത് ഇല്ല. പിന്നെ ഡ്രസ് കോഡ് മാറ്റം വന്നിട്ടുണ്ട്. ആദ്യം ചെറിയ രീതിയിലുള്ള ഡ്രസ്സ് മാത്രമായിരുന്നു. ഇപ്പോൾ അത് നല്ല രീതിയിൽ കാണികൾക്ക് ഹരമാവുന്ന രീതിയിൽ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു യുവജന സംഘം എന്ന് പറഞ്ഞാൽ കാലിലെ ഷൂ, കയ്യിൽ ഗ്ലൗസ് അടക്കം, നഖം ഉൾപ്പെടെ കാലിലും കയ്യിലൊക്കെ നഖം ഉൾപ്പെടെയുള്ള വേഷവിധാനങ്ങൾ ഇത്തവണ പുതുതായിട്ട് ഇറക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മളെല്ലാം പുതുമയെ തേടി നടക്കുന്നവരാണ്, പ്രത്യേകിച്ച് മലയാളികൾ. അപ്പോൾ അതിൻ്റെ പേരിൽ പുതുമ തന്നെ നിലനിർത്തിക്കൊണ്ട് ഈ യുവജന സംഘം എന്നും നിലനിൽക്കുന്നുണ്ട്. ഈ വ്യത്യസ്തമായ കുറേ പുലികൾ ഉണ്ടാവില്ല അപ്പോൾ ഇവിടെയും? അതുണ്ടാവും. കൊച്ച് 5 വയസ്സ് മുതലുള്ള കുട്ടികൾ മുതൽ ഒരുവിധം പ്രായമായിട്ടുള്ള പുലികൾ വരെ ഉണ്ടാവും ഇവിടെ. ഈ സ്റ്റെപ്പുകളൊക്കെ എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഇതിലൊരു മത്സരം എന്ന് പറയുന്നുണ്ടല്ലോ. ഈ മത്സരത്തിൽ എന്തൊക്കെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക പുലികൾ? മത്സരത്തിൽ ചോട്, അതേപോലെ കൊട്ട്. ആ കൊട്ടിനനുസരിച്ചുള്ള ചോട് വന്നാലാണ് നമുക്ക് മത്സരത്തിൽ വിജയിക്കാൻ പറ്റുള്ളൂ. ആ ചോട് അറിയാവുന്ന പുലികളെ മാത്രമാണ് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യുള്ളൂ. അങ്ങനെ ആര് വയറുണ്ടെന്ന് വന്നാലും എല്ലാവരും അത് നടക്കില്ല. അല്ല, വയറുകൊണ്ട് മാത്രമല്ല, നമുക്ക് ചോട് അറിയണം. പുലിക്കളിയുടെ ഒരു ചോടുണ്ട്. പുലിക്കളിക്ക് പ്രത്യേകിച്ച് കൊട്ടുണ്ട്. ആ കൊട്ടിനനുസരിച്ചുള്ള ചോടുണ്ട്. ആ ചോടിന് അനുസരിച്ച് കളിച്ചാലാണ് നമുക്ക് ഇത് വിജയിപ്പിക്കാൻ പറ്റുള്ളൂ. നമ്മളോട് വരക്കാരൊക്കെ വന്നിട്ടുണ്ടോ? എത്തിയിട്ടില്ല അല്ലേ? ശരി നിഷ, എന്തായാലും വരക്കാർ എനിക്ക് തോന്നുന്നു ഒരു 6:30 സമയമൊക്കെ ആവുമായിരിക്കും ഒരു പുലിവര തുടങ്ങാനൊക്കെ. എന്തായാലും 7 ദേശക്കാരാണ് ഈ പുലിക്കളിയുമായി ഇറങ്ങുന്നത്. എല്ലാവരും ആ ഒരു ആവേശത്തിൽ തന്നെയാണ്. പുലിവര തുടങ്ങുമ്പോഴായിരിക്കും നമുക്ക് ശരിക്കും ആ ഒരു ആവേശമൊക്കെ അറിയാൻ കഴിയുന്നത്. ആ ആവേശം ഒട്ടും ചോരാതെ തന്നെ മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതുമായിരിക്കും.